വിശ്വകലാകാരനായ ലിയനാർഡോ ഡാവിഞ്ചിയുടെ അന്ത്യത്താഴം എന്ന സുപ്രസിദ്ധ ചിത്രത്തെപ്പറ്റി ഒരു കഥയുണ്ട്. ആ ചിത്രത്തെ പോലെ തന്നെ പ്രസിദ്ധമാണ് ആ കഥയും. മിലാനിലെ ദേവാലയത്തിന്റെ മാർബിൾ ഭിത്തിയിൽ ക്രിസ്തുദേവന്റെ അന്ത്യത്താഴം ചിത്രീകരിക്കാനായിട്ട് ഡാവിഞ്ചിയോട് ആവശ്യപ്പെട്ടു. ഒരു സാധാരണ ചിത്രം വരയ്ക്കുന്നത് പോലെ എളുപ്പമായിരുന്നില്ല അത്. ദീർഘനാളത്തെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഡാവിഞ്ചി ആ മനോഹരമായ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്. ആദ്യം ഡാവിഞ്ചി ചിത്രീകരിച്ചത് മുറിയായിരുന്നു. ക്രിസ്തുദേവനോട് കൂടി അന്ത്യത്താഴം കഴിക്കുന്ന ശിഷ്യന്മാരുടെ ചിത്രം പിന്നീട് വരച്ചു. തങ്ങളുടെ ഗുരുദേവന്റെ മുഖത്തെ അഭൗമമായ തേജസ് കണ്ട് അത്ഭുത പരതന്ത്രരായി അന്യോന്യം അടക്കി സംസാരിക്കുന്നതായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. അവസാനം അതീവ ശ്രദ്ധയോടുകൂടി യേശുദേവന്റെ പടവും വരച്ചു. വലതു കൈയിൽ വീഞ്ഞു നിറച്ച പാനപാത്രവുമായി ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടാണ് യേശുവിന്റെ ചിത്രം വരച്ചത്. ഈ ചിത്രം പൂർത്തീകരിക്കുന്നതിന് ഏകദേശം 3 വർഷം വേണ്ടി വന്നു. ചിത്രം പൂർത്തിയായപ്പോൾ ഡാവിഞ്ചി ആഹ്ലാദഭരിതനായി തന്റെ സുഹൃത്തിനെ വിളിച്ച് അഭിപ്രായം ആരാഞ്ഞു. ആ സ്നേഹിതൻ ചിത്രത്തിലേക്ക് കുറച്ചുനേരം നോക്കിയതിനു ശേഷം ഇപ്രകാരം പറഞ്ഞു: യേശുവിന്റെ കയ്യിലുള്ള ആ വീഞ്ഞുപാത്രം എത്ര മനോഹരമായിരിക്കുന്നു. പിന്നീട് ഒരു നിമിഷം പോലും ഡാവിഞ്ചി കാത്തു നിന്നില്ല. ബ്രഷ് എടുത്ത് ചായക്കൂട്ടിൽ മുക്കി യേശുവിന്റെ കയ്യിലുള്ള വീഞ്ഞുപാത്രം മായ്ച്ചു കളഞ്ഞു. ഇത് കണ്ട് ആ സുഹൃത്ത് അമ്പരന്നു പോയി. ഡാവിഞ്ചി പറഞ്ഞു: സ്നേഹിത, പരിഭ്രമിക്കേണ്ട. ഈ ചിത്രത്തിൽ യേശുവിനേക്കാൾ ആകർഷകമായി ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീഞ്ഞുപാത്രം മായ്ച്ചു കളഞ്ഞത്. ദൈവത്തെക്കാൾ ആകർഷകമായി എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മുടെ മതപരമായ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനയുടെ ബാഹ്യമോടി പോലും ചിലപ്പോൾ ദൈവത്തിന്റെ തേജസ്സുറ്റ മുഖത്തു നിന്ന് ശ്രദ്ധ തിരിക്കുന്ന വീഞ്ഞുപാത്രങ്ങളായി തീരാറില്ലേ? പലപ്പോഴും നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത് ഈ വീഞ്ഞുപാത്രങ്ങളുടെ മോടി കൂട്ടാനാണ്. എന്നാൽ ഇത് ദൈവത്തെ തന്നെ വിസ്മരിപ്പിച്ച് കളയുമെന്ന് നാം ഓർക്കാറില്ല. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.